ഹാ ഇന്നിപ്പോൾ എന്താ നമുക്കൊരു ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കാം. അപ്പോൾ ടൈം ക്യാപ്സ്യൂൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ ടൈം ക്യാപ്സ്യൂൾ ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം അത് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ടൈം ക്യാപ്സ്യൂളിനെ കാണുന്നത്. ഗിഫ്റ്റ് പിന്നെ നമ്മുടെ മെമ്മറീസൊക്കെ ഒന്ന് ഇതാക്കിയെടുക്കാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു സെൽഫ് ഗിഫ്റ്റ്. അതാണ് ഈ ഒരു ടൈം ക്യാപ്സ്യൂളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ മെമ്മറീസൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മെമ്മറീസൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. അതായത് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന ആ ഒരു ടൈമൊക്കെ നമുക്കിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ക്യാപ്സ്യൂൾ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെട്ടി വേണം. ഞാനൊരു പെട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ A4 ഷീറ്റ് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിൽ ഇതേപോലെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പേപ്പറിൽ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം അത് ഞാനിങ്ങനെ നടുവ് കൂടെ ചരിച്ച് കീറിയതിന് ശേഷം ഇതേപോലെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഒട്ടിക്കുന്നത് വെറുതെ സുഖം. എന്നിട്ട് നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതുകയാണ്. അതായത് 5 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഇപ്പോൾ മുന്നേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും അതൊക്കെ നമുക്ക് ആ ലെറ്ററിൽ എഴുതാം. അപ്പം ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയത് എന്തൊക്കെയുണ്ട്, സുഖമാണോ, എനിക്ക് ഇത്ര വയസ്സായി, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഴുതി വന്നപ്പോൾ ഞാൻ ഒരു പേജ് മൊത്തം ഞാൻ എഴുതി. അപ്പം നമ്മൾ ആദ്യം വിചാരിക്കും എന്താ പറയാനുള്ളത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എഴുതി വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ഇന്നതെന്നൊന്നുമില്ല, നമുക്ക് എന്താണോ തോന്നുന്നത് അത് എഴുതുക. എന്നിട്ട് ഞാനതൊരു കവർ പോലെയുള്ളൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു എൻവലപ്പ് പോലെയുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എൻവലപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെയൊക്കെ ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു ലെറ്റർ വെക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും അവിടെ സ്റ്റാമ്പാണ് വെക്കേണ്ടത്. ഇത് തുറക്കാതിരിക്കാൻ സ്റ്റാമ്പ് വെക്കണം. എൻ്റെ കയ്യിൽ സ്റ്റാമ്പില്ല. എന്നാൽ നമുക്ക് എന്താക്കാം, സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ ഇതേപോലെ 2 പേപ്പർ എടുക്കുന്നുണ്ട്. അടുത്തതിൽ നമ്മൾ എഴുതേണ്ട ഇപ്പം നമ്മൾ ലെറ്റർ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് ഗോൾസും ബക്കറ്റ് ലിസ്റ്റുമാണ്. ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. എനിക്ക് അത് വാങ്ങണം, എനിക്കിങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അതാണ് നമ്മൾ ഗോൾസിൽ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല, നമ്മൾ ഫണ്ണായിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യണം, അതായത് ഒരു ഫണ്ണായിട്ട്, അതായത് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് ഞാനത് വേറൊരു എൻവലപ്പിൽ ആക്കി സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ പോലെ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ 2 സൈഡും ഇതേപോലെ ഒട്ടിച്ചെടുത്ത് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്, സ്റ്റിക്കറൊന്നും ഒട്ടിക്കണമെന്നൊന്നുമില്ല, ഇതൊക്കെ വെറുതെ ഒരു സുഖം. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് ഫേവറേറ്റ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ പേജിൽ നമ്മൾ എഴുതേണ്ടത് ഫേവറേറ്റ്സും ഗ്രാറ്റിറ്റ്യൂഡും എന്നാണ്. അപ്പോൾ ഫേവറേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫേവറേറ്റിലായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എഴുതാം. അതായത് ഇപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് എഴുതാം, ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എഴുതാം, ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും എഴുതാം, മൂവീസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾക്കും, അതായത് ഹാപ്പിനെസ് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്ഫുൾ പറയുക എന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ഐ ആം താങ്ക്ഫുൾ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. അപ്പം ഞാനതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അത് മടക്കി അത് രണ്ടും ഞാൻ വേറൊരു എൻവലപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ
ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് എഴുതി കൊടുക്കുന്നത് സബ്സ്ക്രൈബർ കൗണ്ടാണ്. അത് ഇപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർ കൗണ്ട് ആയിരിക്കില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെട്ടിയിലോട്ട് എല്ലാം ഒന്ന് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലെറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗോൾസ് ആൻഡ് ബക്കറ്റ് ലിസ്റ്റ് വെച്ചു, പിന്നെ ഫേവറേറ്റ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചു, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടും വെച്ചു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുക. അതായത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ്, അതായത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നുന്ന സാധനങ്ങളൊക്കെ വെക്കാം. കണ്ടാൽ സന്തോഷം തോന്നുന്ന എല്ലാ സാധനവും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വെച്ചു, 2 ഫോട്ടോ വെച്ചു, ഒരു ബണ്ണീൻ്റെ പോലത്തെ ക്ലിപ്പൊക്കെ വെച്ചു, പിന്നെ ഒരു ടെഡീനെ വെച്ചു, ഒരു ക്യൂട്ട് ടെഡി, പിന്നെ ഒരു കീ ചെയിനും വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഈ ഒരു ഗ്ലൂ ഡ്രോപ്സ് ഞാൻ കണ്ടു കേട്ടോ. ഇത് പുതിയ സാധനമൊന്നും ആയിരിക്കില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ബാക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഒന്നുകൂടെ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഡോട്ട് കൂടെ ഒന്ന് കീറി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഒരു സൈഡ് പറിച്ച് മറ്റേ സൈഡോട് കൂടി അവിടെ ഒട്ടിച്ചതിന് ശേഷം ആ സൈഡും കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഒട്ടിക്കാം. ഇത് നല്ല യൂസ്ഫുള്ളാണ്, കയ്യിലാവുകയില്ല, പശേനേക്കാളും നല്ലോണം ഒട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിലൊരു ബോയും കൂടെ, അതായത് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്തൊരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കുക. ഇതൊരു നല്ല മെത്തേഡാണ് കേട്ടോ.